ഗായ്സ് എന്നെ സ്ക്വിഡ് ഗെയിമിലെടുത്ത് ഗായ്സ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഗായ്സ്. എന്നെ കണവക്കളിയിലെടുത്തു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പറഞ്ഞില്ലേ, വീട്ടിൽ ഒരുത്തൻ വന്ന് വിളിച്ച്, ഹലോ ചേട്ടാ കണവക്കളി വരാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ മക്കളെ കണവക്കളി എന്തിനാ തന്നെ. ഞാൻ വിചാരിച്ചു വല്ല കണവ് തീറ്റി മത്സരമായിരിക്കുമെന്ന്. അങ്ങനെ ചെന്ന് ഗ്യാരേജിലാണ് ഉമ്മാർ പറയണം സ്ക്വിഡ് ഗെയിമാണെന്ന്. ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ പെട്ട് കളകിയാണ്. നമ്മൾ എന്തിനായിരുന്നു ഈ സ്ക്വിഡ് ഗെയിം ജയിച്ചിട്ട് ഇറങ്ങുവാണ് എന്ന് ഞാൻ പറയുന്നു, എന്ന് ഞാൻ പറയത്തില്ല. മിക്കവാറും ഫസ്റ്റ് കളി എന്നെ പൊട്ടാനാണ് സാധ്യത. ഇത് ഫസ്റ്റ് കളി പൊട്ടിയാലും ശരി പൊട്ടിയില്ലെങ്കിലും ശരി വീഡിയോ അപ്പം നിൽക്കും. ഒരു ചെറിയ ചിന്ന വീഡിയോ. നമ്മൾക്ക് ഈ ഹൈഡർ മാത്രമേ കിട്ടാൻ യോഗമുള്ളൂ. ഈ സീക്കർ എന്നൊരു സാധനം തന്നിരുന്നെങ്കിൽ സ്വസ്ഥമായത്. എവിടെ പോയി തപ്പായിന് ഞാൻ ഡോറ്. ഈ ഡോറിൻ്റെ തപ്പാ വേറെ സ്ഥലമില്ല. സ്ക്വയർ കീ ആണ് ഈ പ്രാവശ്യം. ബാബാ 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 ഇതെന്തായാലും ഇതൊന്നും തുറക്കാത്ത. തുറക്കാൻ വല്ല മിസ്റ്ററിയും കാണും. ആയി ആയി ആദ്യമേ എടാ എക്സിറ്റ് അറിയാമെന്ന് പറയണവനായിരിക്കും ഏറ്റവും വലിയ ഉടായ്പ കൂട്ടത്തിൽ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം. രണ്ട് വരിയേ ഉള്ളൂ ജിക്ക്. ഒന്നെങ്കിൽ ടൈം തീരണവരെ ഇവിടെ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കണം. എന്നാടാ വഴി, എന്നടാ ഇത്? ഐ തിങ്ക് ഇതുവഴി പോയ മിക്കവാറും എക്സിറ്റ് കിട്ടും. രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തിനാ ഇത്? ഇപ്പം ഇതിൻ്റെ അകത്ത് ആര് വരൂലേ? ജയിച്ചാ അപ്പം ഗായ്സ് ദാറ്റ്സ് ഇറ്റ്, നമ്മൾ ജയിച്ചിരിക്കുന്നു. എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്താണ് ഇപ്പോൾ ഉണ്ടായത്. അവിടെ ഒരു എക്സിറ്റ് ഡോർ പോലത്തെ ഒരു ഡോർ ഉണ്ട്, അതുവരെ ഇങ്ങോട്ട് കയറി വന്ന്. ഇത് ജയിച്ചെന്ന് വിവിൻ. Did we win? നമ്മൾ ജയിച്ചോ? ജയിച്ചാൽ കൊള്ളായിരുന്നു ഗൈസ്. ഇവിടെ ഇപ്പം ആരും വരണില്ല. ഓക്കെ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് ഗെയിം നമ്മൾ ജയിച്ചിട്ടുണ്ട്. ആ എക്സിറ്റ് കണ്ടുപിടിക്കണമെന്നുള്ളതായിരുന്നു മെയിൻ ടാസ്ക്. എക്സിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, നമ്മൾ ജയിച്ചു. 9 6 5 4 3 2 1. ഇപ്പം ചത്തേനെ, ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ബ്രോ, വി ആർ ദി വിന്നേഴ്സ്. നമ്മൾ ടൈം ടു വോട്ടാണ്. നമുക്ക് വോട്ട് ചെയ്ത് തീരുമാനിക്കുക കളി തുടരണോ വേണ്ടേന്ന്. ഇനിയാണ് സ്റ്റോപ്പ്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു, ബിക്കോസ് ഐ ആം ഗീഹർ. എടാ നമ്മൾ വീതിച്ചെടുക്കാടാ. എടാ നമുക്ക് വീതിച്ചെടുക്കാം, പറയണേക്ക്. എടാ വീതിച്ചെടുക്കാടാ മണി.
മണി വീതിച്ചെടുക്കുക. അയ്യോ ഇതേത് ഗെയിം എന്നറിയാതെ. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഇത് ഭയങ്കര പാടാ. ചത്താ ചത്ത്, ചത്തില്ല. അങ്ങനെ ഒരു റൗണ്ടെങ്കിൽ കഴിഞ്ഞല്ല, അതാണ് സമാധാനം. മറ്റേ മ്യൂസിക് ഓണാക്കാത്തതുകൊണ്ട് അത് എപ്പോൾ തിരിയൊന്നും പറയാൻ പറ്റൂല. ചത്തില്ല, കുറച്ചുകൂടെ പോയാൽ മതി. ആ തിരിക്കുമ്പോൾ നമ്മൾ നിൽക്കണം. മനസ്സിലായ അവരിത് മനസ്സിലായ അത് ആ പാതയിലാണ് കളിയിരിക്കുന്നത്. മനസ്സിലായ ഈ പാവക്കുറ്റിയിലെ കാര്യം. ഈ കളപ്പാവര മോന്തക്കിട്ട് അടിച്ചു കൊടുക്കണം, എന്നിട്ട് തിരിയല്ലേ എന്നും കൂടെ പറയണം. നമുക്ക് ഈ ഇടയ്ക്ക് ഗെയിം ജയിച്ച് ഗായ്സ്. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് വാണ്ട് പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല. എടി ഇപ്പം എന്നെ നിന്നെ കൊല്ലണ്ടി. എനിക്കിപ്പം എന്നെ കൊല്ലണ്ടി. അയ്യോ കൊല്ലണ്ടി. ഇപ്പോൾ ഒന്ന് വെളിയിലോട്ടിറങ്ങിയാൽ നമ്മൾ ചത്ത്. അത് ഗെയിമിൻ്റെ റോളാണ്. എത്ര പേര് എലിമിനേറ്റായി? അപ്പോൾ കുറച്ച് ആൾക്കാർ എലിമിനേറ്റായി. എടാ നമുക്ക് നിർത്താം ഗെയിം. നമുക്ക് എല്ലാം കൂടെ വീതിച്ചെടുക്കാം കാശ്. വാ. അല്ലെ എനിക്ക് ഒരു ഓപ്ഷൻ വരണ്ട. സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇത് ലാഭമോ? സ്റ്റോപ്പ് ചെയ്യാം. എടാ മതിയടാ, കളിച്ച മതിയടാ. അടുത്ത മിങ്കിള് ജയിക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാവുന്ന കളിയാണ് മിങ്കിള്. മിനിമം ഒരു ഫൈനൽ വരെ. ഓയ്യാ ലെറ്റ്സ് എടാ ഗെസ് ചെയ്. എത്ര ആയിരിക്കും? ജിങ്കിട ജിങ്ക ജിങ് ജിങ്കിട ജിങ്ക ജിങ് തൂറാറു തായറ ഓയ് തികിട ദിങ്ക ദിങ് തികിട ദിങ്ക ദിങ് തൂരാറു ജസ്തായ് സൂ മിന Tigida dinga ding, tigida dinga ding. നമ്മൾ നാല് പേര് ജയിച്ച് 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ജയിച്ച് ഗായ്സ്. നമ്മൾ ജയിച്ച്. നമ്മൾ ജയിക്കും മിക്കവാറും. ഈ റൗണ്ടും കൂടെ കഴിഞ്ഞാൽ തീർന്നാണ് എനിക്ക് തോന്നണം. സ്ക്വിഡ് ഗെയിം സോ ഈസി. 3 മൂന്ന് പേര് വാ പെട്ടെന്ന് വാ. 3 പേര് വാ. ക്ലോസ്. എടാ ഗെയിം ലാഗടിച്ച്. ക്ലോസ്. ഔട്ടാവടാ. അതൊന്നും പേടിക്കണ്ട. ഒരു തേങ്ങ വീണയാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ.